69 നീണ്ട വർഷം കഴിഞ്ഞ് ഇന്ന് കേരളപ്പിറവി. ഇപ്പോൾ നമുക്ക് കേരളപ്പിറവിയൊക്കെ നമ്മൾ ഒരു സുന്ദരമായൊരു സ്വപ്നം മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അത് നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ട് ആസ്വദിക്കുന്നു എന്നല്ലാതെ ഇനി വീണ്ടും കേരളത്തിന് അങ്ങനെയുള്ള ഒരു കാലം ഇവിടെ വരുമോ സംശയമാണ്. ആരോഗ്യമായി ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് നമുക്കൊക്കെ തോന്നും. ഈ മനോഹരമായ തീരത്ത് ഒരിക്കൽ കൂടി ജീവിച്ച് കൊതി തീരുന്നില്ല എന്ന് പറയുന്നത് പണ്ട് എഴുതിയതാണ്. ഇന്നിപ്പോൾ എന്താണ് എന്താ നമുക്ക് ആലോചിക്കാൻ സന്തോഷിക്കാനുള്ളത്? ഇന്നിപ്പോൾ ഈ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അനൗൺസ് ചെയ്തു. ആണോ എന്നത് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ വസന്തൻ മാഷയുടെ കാലം സാക്ഷി എന്ന ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇതിലാണ്, ഈ പുതിയ കേരളത്തെക്കുറിച്ചാണ്. അത് കേട്ടപ്പോൾ കനകച്ചിരങ്ക കിരുങ്ങി എന്ന പാട്ട് പോകണോ? ഒരു കാലത്ത് നമ്മുടെ മനസ്സിൽ ചുണ്ടിലൊക്കെ ഉണ്ടായിരുന്നത് അതാണ്. ഇന്നിപ്പോൾ നമുക്ക് പാടാനോ വായിക്കാനോ സംസാരിക്കാനോ ഒരു സ്നേഹപൂർവമായ 2 വാക്ക് പറയാനോ എവിടെ നമുക്ക് സാധിക്കുന്നു? നമ്മുടെ നമ്മുടെ തൊട്ട് നൈബർ ഏത് പാർട്ടിക്കാരനാണ്, എങ്ങനെയാണ് നമ്മൾ ഒരു സ്നേഹപ്രകടനം അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ഭയാശങ്കയോടുകൂടിയാണ് നമ്മളയാളെ കാണുന്നതും കാലത്ത് നോക്കി കഴിഞ്ഞൊന്നും ചിരിക്കുന്നതും. നമുക്ക് ഭയം. ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, നമ്മളെ ഒരു ഭയമാണ് നമ്മൾ ഭരിക്കുന്നത്. ഈ ഭയം കൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കാൻ നമുക്ക് കഴിയും ഈ കേരളത്തിൽ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കാലം ഉണ്ടായിരുന്നു. പണ്ട് ഓണത്തിന് മഹാബലി വന്ന പോലെ നമ്മളിപ്പം പറയണം ശരിയാണ്, കേരളം ഇനി ആയിരുന്നു എന്നൊക്കെ. അതിൽ കൂടുതൽ ഇപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ എന്താണ് നമുക്കുള്ളത്? ഇത് രണ്ടാമതൊരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം ആയി എന്നൊരു തോന്നൽ. എന്താണ് നമുക്ക് ചെയ്യുന്നത്? നമുക്ക് ആവശ്യം ഇനി എന്താണെന്നുള്ളത്. ഇന്ന് നമുക്ക് സുന്ദര സ്വപ്നങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വെക്കാൻ കഴിയില്ല, യാതൊരു കാര്യവുമില്ല. എങ്ങനെ നമുക്ക് മതനിരപേക്ഷത, സ്നേഹം, ഇതൊക്കെ എവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. പ്രധാനമന്ത്രി GST കുറച്ചു. എന്നും കാലത്ത് 3 ബുള്ളറ്റിനുണ്ട്. ഈ ബുള്ളറ്റിനുകൾ പറയുന്നത് 10 മിനിറ്റ് ഇതിനു വേണ്ടിയിട്ടാണ്. എന്തെല്ലാം സാധനങ്ങൾക്ക് വില കുറയുന്നു എന്ന് പറയാൻ മാത്രമാണ് ഉണ്ട്. പക്ഷേ ഞാൻ നാളെ പോയി കടയിൽ പോയി എൻ്റെ അത്ര വില കൂടുതൽ, എന്താ GST കുറഞ്ഞു എന്നുള്ളത് അതൊക്കെ പറയണം. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ഹോൾസെയിൽ കിട്ടുന്ന കാശാണ്, ഞങ്ങൾ GST കുറയ്ക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് ഇദ്ദേഹം പറഞ്ഞ ഇനി അത് കേരളത്തെക്കുറിച്ച് ജയരാജ് പറയുന്നത് നമ്മൾ വയലാറിനെ കുറിച്ചും ദേവരാജ മാഷെ കുറിച്ചും ഇപ്പോഴിങ്ങനെ ഓർമ്മകളിൽ ആ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക എന്നല്ലാതെ ഇന്നത്തെ സിനിമയോ അല്ലെങ്കിൽ ഇന്നത്തെ വരികളോ പാട്ടോ ഒരു വരിയെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കാൻ നമുക്കുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്തുകൊണ്ട് നമുക്കറിയില്ല ഇങ്ങനെയാണുള്ളത്. നമ്മൾ ആ കാലത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല. ഒരു ദേവരാജനോ ഒരു വയലാറാമനോ പി ഭാസ്കരനോ നമുക്കിനി സ്വപ്നം മാത്രമേ. ഈ സ്വപ്നത്തിലൊക്കെ അവർ ജീവിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കാലം ഇക്കൊല്ലം 69ആയി, 70 നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഈ വയലാറിനെ കുറിച്ചും ഭാസ്കരൻ മാഷിനെ കുറിച്ചുമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് വേറൊരാളെ എടുത്തു പറയാൻ നമ്മുടെ മനസ്സിലില്ല, നമ്മുടെ മുമ്പിലില്ല. അതെന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ ഉറപ്പാക്കി ഞാൻ പറയുന്നു, അടുത്ത 4 കൊല്ലം 5 കൊല്ലം നമ്മൾ ഇതിനെ കുറിച്ചേ പറയുള്ളൂ. വേറെ നമുക്ക് പറയാൻ നമുക്കില്ല. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് ജയരാജ് വാര്യരൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഓർമ്മിപ്പിക്കാൻ, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി അത് കഴിഞ്ഞു കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു നവോത്ഥാനം എവിടെ ആവശ്യം? ഓരോരുത്തരുടെ മനസ്സിലാണ് ആവശ്യം. അതൊരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല. രാഷ്ട്രീയ പാർട്ടികളും മത അധ്യക്ഷന്മാരും ഭരിക്കുന്ന ഒരു കാലത്ത് നമുക്കത് വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നമ്മളിങ്ങനെ ജീവിക്കുക. ഇപ്പൊ നമ്മൾ വായിക്കുന്നില്ല. വായിച്ചാലും നമുക്ക് ഓരോ കാര്യം അയാൾ വായിക്കുന്നു, അയാളുടെ അഭിപ്രായത്തിലുള്ള ഒരു പുസ്തകം നോവൽ എഴുതുന്നു, എന്ത് തെറ്റാണ്, അയാൾ ശരിയല്ല എഴുതുന്നു നമുക്ക് പറയാനുള്ള അധികാരം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സർഗ ഭാവന വെച്ചല്ല പറയുന്നത്. അയാളുടെ മനസ്സ് നമ്മൾ ആദ്യം കാണുന്നത് എന്താണ് ആ വരികൾ അയാൾ എഴുതാൻ കാരണം എന്നൊക്കെ അയാളെ മാറ്റി നിർത്തുന്നു. പോട്ടെ, അതൊക്കെ വിട്ടു. അതങ്ങനെ കേരളത്തിനെ കുറിച്ച് ഇപ്പൊ രാജഗോപാൽ പറഞ്ഞത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം. ഇപ്പൊ കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം, വളരെ റെയറായിട്ടുള്ള സ്കിൽസിലാണ്. ഞാൻ അതിൽ പെട്ടതാണ് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ
ഞാൻ അങ്ങനെ അനുഭവങ്ങളിലല്ല. പക്ഷേ ഒന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ, ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഡൽഹിയിൽ ഇരുന്ന് നേരിട്ട് അനുഭവിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പലതും അദ്ദേഹം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഫ്രെയിം ശരിക്കും വരികയാണ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏജൻസിയിൽ വലിയ പ്രാധാന്യമില്ല ഈ ഹെഡ്ലൈൻ. പത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഏജൻസി ന്യൂസ് ആൾക്കാർ കാണുന്നില്ല, പത്രക്കാർ മാത്രമേ കാണുന്നുള്ളൂ. അതിൽ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഹെഡ്ലൈൻ്റെ കാര്യം പറയുമ്പോൾ UNA എന്നുള്ള ന്യൂസ് ഏജൻസിയിൽ ഞങ്ങൾക്കൊരു ചീഫ് ന്യൂസ് എഡിറ്റർ ഉണ്ടായിരുന്നു. കൽക്കൂർ എന്നാണ് പേര്, കർണാടകയിൽ നിന്നാണ്. പ്രസിദ്ധവനാണത്. 1988 ജൂൺ 2 രാജ് കപൂർ മരിച്ചപ്പോൾ അദ്ദേഹം ആ ന്യൂസിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തത് ആവാര ഈസ് നോ മോർ. ആവാര ഈസ് നോ മോർ, അതാണ് അദ്ദേഹം ഹെഡ്ലൈൻ കൊടുത്തത്. അവസാന വലിയൊരു അതിനുള്ള അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രകടനം കാട്ടി. ആവാര ഈസ് നോ മോർ, അതാണ് എൻ്റെ ഹെഡ്ലൈൻ. അതേമാതിരി തന്നെ മാൻ ഓൺ ദ മൂൺ, അങ്ങനെ പല നല്ല നല്ല ഹെഡ്ലൈൻ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. പോട്ടെ, അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു. ബാബരി മസ്ജിദിൻ്റെ ആ ബാബരി മസ്ജിദ് തകർക്കുന്നതിൻ്റെ വെറും 10 ദിവസം മുമ്പ് ഞാൻ അതിന് പോയി കണ്ടതാണ്. കാരണം പാർലമെന്റിലെ കുറേ MP-മാർ കൂടി പോയി, ഞാൻ മുതൽ പോയി ഒരു മാധ്യമ പ്രവർത്തനം വേണ്ടി കണ്ടപ്പോൾ എനിക്കത് ഇപ്പോഴും ഞാൻ തുറന്നു പറയും, അതൊരു മസ്ജിദാണ്. ബാബരി മസ്ജിദ് അത് മസ്ജിദ് തന്നെയാണ്. അതിന് ഒരു ദേവസ്ഥലോ ശ്രീരാമന്റെ സ്ഥലമോ ഒന്നുമല്ല. ഞങ്ങൾ കിടന്നപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഹിന്ദു ഗൈഡ്സ് പറഞ്ഞിരുന്നത് ഇത് സീതയുടെ രജോയിയാണ്. രജോയി കിച്ചൺ, അടുക്കള. സീത ഇവിടെ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കാറെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണിശങ്കരയ്യർ MP അയാളെ കുറേ ചീത്ത ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോൾ പല കാര്യങ്ങളും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, ബോംബെയിൽ പോയത്, ഇതൊക്കെ ഞാൻ പിറ്റേ ദിവസം ഹോം മിനിസ്റ്ററുടെ കൂടെ പോയപ്പോൾ നമ്മളവിടുത്തെ പല കാര്യങ്ങളും കണ്ടതാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. പാർലമെന്റ് ആക്രമണം നടന്നപ്പോഴും 2001 ഡിസംബർ 13 അപ്പോഴും അത് നേരിട്ട് കണ്ടു. അങ്ങനെ പല പല കാര്യങ്ങളും അതിലും പറയുന്നത് ഡെമോക്രസി ഈസ് അണ്ടർ ഫയർ എന്നുള്ളതാണ്. പാർലമെന്റ് അറ്റാക്ക് എന്നത് ഡെമോക്രസിയുടെ ടെമ്പിൾ ഓഫ് ഡെമോക്രസി എന്നത് അണ്ടർ ഫയർ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും നേരിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള എനിക്ക് മാത്രമേ എനിക്കൊരു മാധ്യമ പ്രവർത്തകൻ്റെ റോള്. അങ്ങനെ ശ്രീലങ്കയിൽ 3 കൊല്ലം ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ തലനാരി ഇടയ്ക്ക് രക്ഷപ്പെട്ട ഒരാളാണ് ചന്ദ്രിക കുമാരസിംഗെ വെടിവെച്ച് കൊല്ലാൻ നിന്നപ്പോൾ ആ മീറ്റിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തൂടെ ചാവേർ ബോംബ് പോയതും രക്ഷപ്പെട്ടതും അതൊക്കെ സ്വന്തം അനുഭവങ്ങൾ. അത് ബാക്കിയുള്ളവർക്കായിട്ട് യാതൊരു പങ്കുമില്ല. അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് അതെൻ്റെ അനുഭവം. അങ്ങനെ പല അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ. ഏതായാലും രാജഗോപാൽ സാറിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ന്യൂസ് റൂമിൽ, കാരണം ഞങ്ങൾക്ക് ന്യൂസ് ഏജൻസിയിൽ ഇത്ര ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ കാരണം അവസാനത്തെ ഡെഡ്ലൈനിന് മുമ്പ് നിങ്ങൾ ഹെഡ്ലൈൻ കൊടുത്ത് പത്രം എടുത്ത് ഇതിനൊക്കെ നിന്ന് അതങ്ങനെയാണ് അദ്ദേഹം എഡിറ്റർ എന്ന പദവിയിൽ നിന്ന് എഡിറ്റർ അറ്റ് ലാർജായി. നമ്മൾ ഈ എഡിറ്റർ അറ്റ് ലാർജ് എന്നുള്ള വാക്കുകളൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു പത്രം കൊടുത്തിട്ടില്ല. എഡിറ്റർ തന്നെ അത് സ്റ്റേറ്റ്സ്മാൻ മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഉണ്ടാക്കി ഇദ്ദേഹത്തിന് എന്താണ് ചാർത്തിയ ഒരു പദമാണ് എഡിറ്റർ. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ. അറ്റ്ലാർജ് എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നിങ്ങളാവാം. നിങ്ങളെപ്പോഴും ആ പേരോടുണ്ട്, നിങ്ങളുടെ ഒരു സഹായവും അവിടെ ആവശ്യമില്ല എന്നുള്ളതിന് അദ്ദേഹത്തിന് കൊടുത്ത ഒരു പദമാണ് ആൾക്കാർ. പിന്നെ ഒരു കൊല്ലൊക്കെ ആയിരുന്നു അതൊന്നും വിട്ടുപോയി. ഏതായാലും കേരളത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം പല കാര്യങ്ങളും സംബന്ധിക്കുന്നുണ്ട്. നാളെ അദ്ദേഹം ദേശീയ മാനവ സമിതി അതിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഒന്ന് കേൾക്കാൻ പോകണം. ഏതായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. അദ്ദേഹം സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ അദ്ദേഹത്തിന് ഉണ്ട്, പക്ഷെ ഇന്ന് സമയമില്ലാത്ത കാരണം 6 മണിക്കാണ് നമ്മൾ അവസാനം. അതുകൊണ്ട് ഞാനും നിർത്തുന്ന സംഭവം.